ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒത്തിരി നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. വീഡിയോ ചെയ്യണം പ്ലാൻ ചെയ്തിരിക്കും. ഓരോ കാര്യമായിട്ട് ഇങ്ങനെ നീണ്ടു പോകും. അതിൻ്റെ ഇടയിൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ മെയിൻ തിങ് ആണ് നമുക്കൊരു ബേബി ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഓർത്തു. സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ സ്റ്റോറി ആയി പോകുന്നത്. അതുകൊണ്ട് എനിക്ക് 6 years ആയപ്പോഴാണ് കുട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കുറേ അതിനുവേണ്ടി കുറേ മെഡിറ്റേഷനും കുറേ ഒരു സർജറിയും ഒക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നു. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം എൻ്റെ ഡെലിവറി ടൈമിലുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഫേസ് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ കുഞ്ഞിനും ഒരു ഡിഫിക്കൽട്ടി വന്ന് കുഞ്ഞിന് മെക്കോണിയം ആസ്പിറേഷൻ ആയിരുന്നു. അപ്പം അവനും NICU കിടക്കേണ്ടി വന്നു. അപ്പം അതിൻ്റെയും ഒരു കാര്യങ്ങളൊക്കെ പറയാം. ആദ്യമേ നമുക്ക് പേടിച്ച് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അന്ന് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ഇതിപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഒരു 6th year ആയപ്പോഴാണ്, 6th അല്ല 5th yearലാണ് ഞാൻ കൺസീവ് ആവുന്നത്, മാരേജ് കഴിഞ്ഞ്. അതുവഴി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഇതുപോലെ പീരീഡ്സ് ആവാനുള്ള ഒരു ഗ്യാപ്പ് വന്നു. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 1 month കഴിഞ്ഞ് 2 months ആയിട്ടും പീരീഡ്സ് ആവുന്നില്ല. അപ്പം യൂഷ്വലി ഞാൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരു ഗ്യാപ്പ് എടുത്തതായിരുന്നു. അന്നേരം നമ്മൾ നാട്ടിൽ നിന്ന് ഷിഫ്റ്റായി ബാംഗ്ലൂരേക്ക് പോയ ടൈമായിരുന്നു. അപ്പം ബാംഗ്ലൂരിൽ ചെന്ന് പുതിയൊരു ഡോക്ടറെ കാണാം എന്നുള്ള രീതിയിൽ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ പറഞ്ഞു ഇതുപോലെ പീരീഡ്സ് ആയിട്ടില്ല, ഇത്ര നാളത്തെ ഗ്യാപ്പായി, മെഡിറ്റേഷനിലായിരുന്നു, ഇപ്പോൾ ഒരു ഗ്യാപ്പ് എടുത്തതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ നോർമലി ചെയ്യുന്ന പോലെ ആദ്യം എന്ത് ചെയ്യും, പീരീഡ്സ് ആകാനുള്ള എവിടെ ഒരു ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ പോയാലും ആദ്യമേ നമുക്ക് ചെയ്യുന്നത് ഒരു പീരീഡ്സ് ആകാനുള്ള മരുന്ന് തരും. അത് 5 days കഴിഞ്ഞ് പീരീഡ്സ് ആയിക്കഴിഞ്ഞ് പിന്നെ ഓവുലേഷൻ ഉണ്ടാകാനുള്ള മരുന്ന് അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ആദ്യം അവർ പറഞ്ഞു ഓക്കെ പീരീഡ്സ് ആയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പീരീഡ്സ് ആകാനുള്ള മരുന്ന് തന്നു. അപ്പോൾ ഇത് പോകാനും കാര്യം എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്തെന്ന് ഞാൻ നോക്കിയില്ല, നമുക്ക് അത്ര ഒരു ഇതില്ലായിരുന്നു. മെഡിറ്റേഷനൊന്നും ഇല്ല, നമ്മളല്ലാതെ നോക്കിയിട്ടതിനും ആയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളിതങ്ങനെ ടെസ്റ്റ് ചെയ്തില്ല. ഇത് ഭയങ്കര എനിക്ക് പീരീഡ്സ് ആകുന്ന പോലത്തെ വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന. അപ്പം നമ്മളങ്ങനെ വിചാരിക്കുന്നില്ല, എനിക്ക് തോന്നുന്നത് പീരീഡ്സ് ആകാൻ വേണ്ടി നിൽക്കുക, ഇപ്പം ആകുന്നില്ല എന്നുള്ളൊരു സ്റ്റേജാണ്. അങ്ങനെയാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട്. പെട്ടെന്ന് പോയി പീരീഡ്സ് ആകാനുള്ള മരുന്ന് വാങ്ങാമെന്നുള്ള രീതിയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചപ്പോൾ പിന്നെ അമ്മയോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ മരുന്ന് എടുത്തിട്ടുണ്ട് അമ്മേ, ഭയങ്കര വയറുവേദന ആവുന്നില്ല പീരീഡ്സ് വരെ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്ക്, വെറുതെ നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള മറ്റേ കിറ്റ് വാങ്ങിച്ചു. നമുക്കത് ടെസ്റ്റ് ചെയ്ത് ആ ഒരു നമ്മളത് ആദ്യമേ കാണുമ്പോൾ ഉള്ള ഒരു ഇത് പെട്ടെന്ന് എന്താവണം, ഇത് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജൊക്കെ നമ്മൾ കഴിഞ്ഞു. എങ്ങനെയെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കിയിട്ട് ഒരു ലൈൻ വന്നു. അപ്പോൾ ഞാൻ വെച്ചിട്ട് ടോയ്ലറ്റിൽ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അത് കഴിഞ്ഞ് എന്നിട്ടും പീരീഡ്സിന് മരുന്ന് വാങ്ങിയാൻ വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ടില്ല. അപ്പം എന്നിട്ട് ഈവനിങ് ആയപ്പോഴെന്തോ ഇതുപോലെ ടോയ്ലറ്റിൽ കയറിയ ടൈമിൽ ഇതവിടെ ഇരിക്കുന്നു, ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തത് അവിടെ ഇരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഇത് 2 line ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കുറേ സാധനം ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കളഞ്ഞ് ഞാനങ്ങനെ സൂക്ഷിച്ചൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ചിലരൊക്കെ ഇങ്ങനെ കാണുന്നു സൂക്ഷിച്ച് ഞാൻ അങ്ങനെ ചെയ്തില്ല. നമ്മളപ്പം തന്നെ ഡിസ്പോസ് ചെയ്യാണ്. ഇതെന്തോ ഞാൻ അവിടെ വെച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അത് 2 double line. അപ്പം അതിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ റീഡിങ് 5 minutes ശേഷം അല്ലെങ്കിൽ ഇത്ര ടൈമിനുള്ളിലാണ് അതിൻ്റെ റീഡിങ് കറക്റ്റ് ആക്യുറേറ്റ് റീഡിങ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനോർത്ത് ഞാൻ രാവിലെ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പം ഇനി ചിലപ്പോൾ ചിലപ്പോൾ അത് വല്ല സ്പ്രെഡായി ആണോ, പക്ഷേ എന്നാലും നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ 2 line. അപ്പോൾ തന്നെ ഞാൻ പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ട്, എനിക്ക് ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല. ഇവിടെ 1-2 വട്ടം ഇതുപോലെ ഇരുന്ന് നമ്മൾ ശ്രദ്ധിക്കുക, വല്ലപ്പോഴൊക്കെ ശ്രദ്ധിക്കുമ്പോഴും ഇതിലൊന്നും ഇല്ല, നമ്മൾ കളയാനെടുക്കുമ്പോഴൊന്നും ഇതിൽ 1 line ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നാളെ ഒന്നുകൂടെ നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മയോട് പറയുമ്പോൾ അമ്മ ഒന്നുകൂടെ നോക്ക്, ചിലപ്പോൾ എന്തെങ്കിലും ആണെങ്കിലോ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫസ്റ്റ് യൂറിൻ സാമ്പിളാണ് ഒന്നുകൂടെ നല്ല അക്യുറേറ്റ് റിസൾട്ട് തരുന്നതെന്നല്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ നോക്കിയപ്പോൾ നല്ല 2 line വന്നു, നല്ല കട്ട ബ്ലൂ ആയിട്ട് 2 line വന്നു.
അപ്പോഴേക്കും നമ്മൾ ഞെട്ടിപ്പോയി. ഇത്രയും നാളും മരുന്ന് കഴിച്ചിട്ടും സർജറി ചെയ്തിട്ടും ഒന്നും വരാതെ 1 മാസം ഗ്യാപ്പ് എടുത്തപ്പോഴേക്കും നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ഹെൽപ്പ് ഉണ്ട്, അത് ശരിയാണ്. പക്ഷേ മെഡിസിൻ ഒന്നും ഇല്ലാതെ, മെഡിസിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് നോർമലി അങ്ങനെ കൺസീവായി. പിന്നെ നമ്മൾ ബാംഗ്ലൂരായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ പീരീഡ്സിൻ്റെ മരുന്ന് വാങ്ങാൻ പോയി. അതൊരു ചെറിയ ഹോസ്പിറ്റലാണ്, ചെറിയ ക്ലിനിക്കായിരുന്നു, ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള ചെറിയ ക്ലിനിക്കായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ചിലർക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പം ചിലർ പെട്ടെന്ന് വന്ന് മെഡിസിൻ എടുത്താൽ പോകുന്ന സമയത്ത് തന്നെ ആകാറുണ്ട്, ചിലർ കുറേ നാളത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ആകാത്തവരുണ്ട്. അങ്ങനെയൊക്കെ ഡോക്ടറും പറഞ്ഞു. പിന്നെ ഞങ്ങൾ വേറൊരു നല്ല ഹോസ്പിറ്റലിലേക്ക് കാണിക്കാം. പക്ഷെ അതൊരു ചെറിയ ക്ലിനിക്കൊന്നും വലിയ ഒരു ഹോസ്പിറ്റലായില്ല, സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഇത്ര നാൾ വെയിറ്റ് ചെയ്തായതുകൊണ്ട് നമുക്കൊരു പേടിയും അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ഫോർട്ടീസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ തന്നെയുള്ളത്, അവിടെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫോർട്ടീസിൽ ചെന്നു. അതിന് മുമ്പ് ഈ ചെറിയ ക്ലിനിക്സ് ചെന്നപ്പോഴും ഒരു സ്കാൻ ചെയ്ത് കാണിച്ചു, ഒരു സാക്ക് ആയിട്ടുണ്ട്, അത്രേ ആയുള്ളൂ ഗ്രോത്ത്. അപ്പോൾ എൻ്റെ പീരീഡ്സ് ലാസ്റ്റ് ഡേ ഓഫ് പീരീഡ്സ് വെച്ച് നോക്കുമ്പോൾ ഉള്ള ഗ്രോത്ത് ഇല്ല ഇതിന്. അപ്പം എനിക്ക് ഇറഗുലർ ആണ് പീരീഡ്സ്, ഓവുലേഷൻ അപ്പം റെഗുലർ ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോഴും സ്കാൻ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഗ്രോത്ത് ആയി തുടങ്ങി. ഫസ്റ്റ് സ്കാൻ കഴിഞ്ഞു. പിന്നെ നോർമലി പോലെ മെഡിറ്റേഷനും തുടങ്ങി. എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു, തൈറോയിഡിൻ്റെ മരുന്ന് അപ്പോൾ ഇച്ചിരി ഡോസ് കൂട്ടി. വേറെ പറയാൻ കാൽസ്യം അയൺ അപ്പോഴല്ലോ ഒരു 3 months ഒക്കെ ആകുമ്പോഴേ സമയത്താണ് കാൽസ്യം അയൺ സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഫോളിക് ആസിഡും ഈ തൈറോയിഡുമാണ് ഞാൻ കഴിച്ചത്. പിന്നെ ബ്ലഡ് ടെസ്റ്റ് അതെല്ലാം കഴിഞ്ഞ് 3 months. അപ്പോൾ ഒരു പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ നാട്ടിൽ പോകണം, നമുക്ക് സ്മെല്ലും ഒന്നും ഫ്ലാറ്റിലായതുകൊണ്ട് ഒന്നും അങ്ങ് പിടിക്കുന്നില്ല. അപ്പം അമ്മ വന്ന് ഇന്ന് കുക്ക് ചെയ്തായിരുന്നെങ്കിലും നമുക്ക് ഒരു വല്ലാത്ത ഒരു ശ്വാസം മുട്ടലായിരുന്നു. എങ്ങനെയെങ്കിലും നാട്ടിൽ പോയാൽ മതി എന്നായി. എനിക്ക് മീനൊക്കെ കഴിക്കാൻ തോന്നി ആ സമയത്ത്. എങ്കിൽ ഞാൻ ഫിഷ് കഴിക്കാത്ത ആളായിരുന്നു, പക്ഷേ എനിക്ക് പെട്ടെന്ന് അതൊക്കെ തോന്നി. പക്ഷെ അവിടുത്തെ ഒരു ടേസ്റ്റ് നമുക്ക് പറ്റുന്നില്ല, മണം പറ്റുന്നില്ല എന്നൊക്കെ ആയപ്പം അപ്പോൾ നാട്ടിലേക്ക് പോരാം. അപ്പോൾ ഡോക്ടറുടെ പെർമിഷൻ ചോദിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു 3 months കഴിയട്ടെ എന്നിട്ട് ട്രാവൽ ചെയ്യുക, ഫ്ലൈറ്റിലോ എങ്ങനെയെങ്കിലും പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ 3 months ആയപ്പം നമ്മുടെ നാട്ടിലെത്തി. അങ്ങനെ പിന്നെ നാട്ടിൽ ഹോസ്പിറ്റലാണ്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഫേമസ് ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ കാണിച്ചത്. അങ്ങനെ നോർമൽ ഇതുപോലെ നോർമലി സ്കാൻ കഴിഞ്ഞു, ബാക്കിയെല്ലാം കഴിഞ്ഞു. ഒരു 36 weeks ആയപ്പോഴത്തേക്കും, 36 അല്ല 37 weeks, ബാക്കിയെല്ലാം നോർമലി നടക്കുന്ന പോലെ ബ്ലഡ് ടെസ്റ്റും ഷുഗർ ടെസ്റ്റും എല്ലാം നടന്നു. അപ്പോൾ 36 കഴിഞ്ഞു, 37 ആയി. 37 weeks തുടങ്ങിയപ്പോഴേക്കും ഒരു ദിവസം അപ്പോൾ ഇവർ പറയുമല്ലോ ഫുഡൊക്കെ കഴിച്ചിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് കിടക്ക്, എന്നിട്ട് അനക്കം ശ്രദ്ധിക്കുക, ഇത്ര മണിക്കൂറിൽ ഇത്ര അനങ്ങുന്നുണ്ടോ എന്നൊക്കെ എന്നൊരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് രാത്രിയാകുമ്പോഴാണ് കൂടുതൽ ആക്റ്റീവ് ആകുന്നത് അപ്പം ബേബി. അപ്പോൾ ഒരു ദിവസം ഞാൻ ശ്രദ്ധിച്ചിട്ട് അനക്കം വളരെ കുറഞ്ഞ പോലെ. അന്ന് രാത്രി ഫുള്ളിങ്ങനെ ശ്രദ്ധിച്ചിട്ട് എനിക്കിങ്ങനെ അനക്കം ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ 37 weeks ആയി കാണും, 37 weeksലാണ് ആയി. അപ്പം ഞാനപ്പം ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. അപ്പോൾ അവിടെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഹോസ്പിറ്റലും കൂടെ. അമ്മയോടൊന്നും പറഞ്ഞില്ല, അമ്മയുടെയൊക്കെ പിന്നെ പേടി, എല്ലാവരും ഒരു ടെൻഷൻ ആവുമല്ലോ, എല്ലാവരും കാത്തിരുന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഞങ്ങളത് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം, വിളിച്ചിട്ടുണ്ട്, ഒന്ന് ചെന്നിട്ട് വരാം എന്നും പറഞ്ഞു ഞാനും ഹസ്ബൻഡും കൂടെ അമ്മയോടൊന്നും പറയാതെ രാവിലെ 5 മണിക്ക് എണീറ്റ് ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് അവർ ചെക്ക് ചെയ്തു. അപ്പം ഹാർട്ട് ബീറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അവരൊന്ന് വയറൊക്കെ ഒന്ന് അനക്കി, അപ്പം ഇനി നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ഒരു 3 days കഴിയുമ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നു. അപ്പം കഴിഞ്ഞ ദിവസം വന്നതല്ലേ, അതിൻ്റെ റിവ്യൂവിന് വേണ്ടി വാന്ന് പറഞ്ഞു. അങ്ങനെ റിവ്യൂവിന് ചെന്നു. പക്ഷെ നമുക്ക് ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു. അപ്പോൾ 37 weeks 4 days ആയി. 4 അല്ല, 3rd day, 37 weeks 3 days ആയി. അപ്പം റിവ്യൂവിന് ചെന്നു. അവർ PV ചെയ്തു, ഡോക്ടറെ കണ്ടു, മാമിനെ കണ്ടു. മാം ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അനക്കം ഫീൽ ചെയ്തു എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നെ PV ചെയ്തപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല, ടൈമുണ്ട്, മെഡിസിൻ എടുത്തിട്ട് പൊക്കോ. അപ്പം മെഡിസിൻ എന്ന് പറഞ്ഞാൽ കാൽസ്യം അയൺ മാത്രമേ ഉള്ളൂ, തൈറോയിഡ്. അപ്പം എനിക്കത് കഴിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ മെഡിസിൻ വാങ്ങാൻ വേണ്ടി ഫാർമസിയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു പീരീഡ്സിൻ്റെ വേദന പോലെ. അത് ആദ്യമേ നമുക്ക്
പീരീഡ്സ് വരുന്ന പോലത്തെ ഒരു ചെറിയ വേദന, പിന്നെ വരുന്നത് വേദന, പിന്നെ ഇടയ്ക്ക് അങ്ങനെ വേദന വന്നിട്ട് നമ്മളിങ്ങനെ കാലിങ്ങനെ നീട്ടിപ്പോവും, അതുപോലത്തെ ഒരു വേദനയായി എനിക്കത്. അപ്പം ഞാൻ പറഞ്ഞു അമ്മ എനിക്കിങ്ങനെ പെയിൻ. അപ്പം നമ്മൾ ഇത്രയും സമയമുണ്ട്, 37 വീക്സ് അല്ലേ ആയുള്ളൂ, ഇനി ടൈം ഉണ്ടല്ലോ ബാഗൊന്നും പാക്ക് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ചുമ്മാ റിവ്യൂവിൽ ചേർന്നതാണ്. അപ്പം ഞാൻ നന്നായിട്ട് വാക്കിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു വീട്ടിൽ, അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നന്നായിട്ട് നടക്കും, പിന്നെ അങ്ങനെ ആക്റ്റീവായിരുന്നു ഞാൻ. അങ്ങനെ സ്ഥിരം കിടക്കുന്ന, എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു, ഛർദിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ചെന്ന് ഇരുന്നപ്പോൾ ഭാഗ്യത്തിന് ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ തന്നെ ഇതുപോലെ പെയിൻ വന്നു. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഡോക്ടർ ഇറങ്ങാൻ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ ചെന്ന് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഇതുപോലെ ഒരു പെയിൻ വരുന്നുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഡോക്ടർ കുഴപ്പമില്ല വരട്ടെ, വീട്ടിൽ പോയിട്ട് വന്നു, കുഴപ്പമൊന്നുമില്ല, അടുത്തല്ലേ വീടെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്നൊരു കഷ്ടിച്ചൊരു 5 കിലോമീറ്ററേ ഉള്ളൂ ഹോസ്പിറ്റൽ. അപ്പം എല്ലാവരും പറഞ്ഞു, അമ്മയൊക്കെ പറഞ്ഞു വേണ്ട, ഇനിയിപ്പം പോയിട്ട് എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് പേടിയാവുമല്ലോ, ഒരു കാര്യം ചെയ്യും, അഡ്മിറ്റ് ആക്കണമെങ്കിൽ അഡ്മിറ്റ് ആയിക്കോളാൻ പറയാം. ഒരു കാര്യം ചെയ്യും, റൂം ആവട്ടെ, അതുപോലെ ലേബർ റൂമിൽ തന്നെ കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ലേബർ റൂമിൽ കയറി നമുക്ക് കുട്ടിൻ്റെ ഹാർട്ട് ബീറ്റ് നമ്മുടേതും ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻ വരുന്നുണ്ട്, പക്ഷേ സിവിയർ പെയിനൊന്നും അല്ല, നമുക്ക് സഹിക്കാവുന്ന ഒരു വേദന അതാണ് വന്നുകൊണ്ടുള്ളത്. അത് കഴിഞ്ഞ് റൂമായപ്പോഴത്തേക്കും പേരൻസ് ഹസ്ബൻഡും അമ്മയൊക്കെ റൂമിലേക്ക് പോയി. അപ്പോഴേക്കും പറഞ്ഞു അർച്ചന റൂമിലേക്ക് പോകണമെങ്കിൽ പോവാം, എന്നിട്ട് സിവിയർ പെയിൻ കൂടുതൽ തോന്നുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, അപ്പോൾ ഇല്ലെങ്കിൽ ലേബർ റൂമിൽ തന്നെ നിന്നോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാം വേണ്ട, ഞാൻ റൂമിലേക്ക് പൊക്കോളാം, ഇവിടെ ഇങ്ങനെ ആരുമില്ലാതെ നമുക്ക് അതിലും നല്ലത് അമ്മയും ആരെങ്കിലും ഒക്കെ അടുത്തുള്ളപ്പോൾ സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ റൂമിലേക്ക് പോയി. അപ്പോൾ അന്ന് നൈറ്റായി, ഞങ്ങൾ ചെന്ന് ഒരു മോർണിംഗ് ആയിരുന്നു, ഒരു 10 o'clock ചെന്ന് അന്ന് രാത്രിയായപ്പോൾ പെയിൻ നന്നായിട്ട് എനിക്ക് വരാൻ തുടങ്ങി, നല്ലപോലെ പെയിനായി. അപ്പോൾ ഞാൻ ലേബർ റൂമിലേക്ക് വിളിച്ചു, എനിക്ക് നല്ല പെയിനായിട്ടുണ്ട്, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞാൽ അവർ ലേബർ റൂമിലേക്ക് ചെന്നു. അതിന് മുമ്പ് ഞാൻ ടോയ്ലറ്റിൽ പോയപ്പോഴത്തേക്കും ഈ പ്രബലമിലേക്ക് പോകുന്നതിന് തൊട്ടുമ്പോൾ അതാണ് വിളിച്ചത്. പെയിൻ ഇച്ചിരി കൂടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ ഈ ടോയ്ലറ്റിൽ പോയപ്പോൾ ഒരുപാട് ഇങ്ങനെ ബ്ലഡ് പോയി, ഫ്ലഷ് പോയ ഒരുപാട് ബ്ലഡ് ഇങ്ങനെ പോയി. അപ്പം നമുക്കൊരു പേടിയായി, പോലെ പീരീഡ്സ് ആവുന്ന പോലെ അതിൽ ഇരട്ടി കുറേ ബ്ലഡ്. അപ്പോൾ നമ്മുടെ പോലെ ഭയങ്കരമായിട്ട് ബ്ലഡ് പോകുന്നുണ്ട്. അപ്പോൾ അവരുടനെ അപ്പോഴാണ് ലേബർ റൂമിലേക്ക് വിളിച്ചത്. അവർ പറഞ്ഞു ഒക്കെ വീൽ ചെയർ വിടാം, വന്നോളൂ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കിടന്ന് പിന്നെയാണ് എൻ്റെ കഷ്ടകാലം ആരംഭിച്ചത്. നമുക്ക് ഇനിയൊരു ഡെലിവറി പോലും വേണ്ട ഒരു കുഞ്ഞ് വേണ്ട എന്നുള്ളൊരു അത്രയും നമുക്ക് ഒരു മെൻ്റൽ ഒരു സ്ട്രെസ് തന്നൊരു ഡെലിവറി ആയിരുന്നു എൻ്റെത്. എനിക്ക് ചില സമയത്ത് ഞാൻ ഓർത്ത് പോയി എന്തിനിങ്ങനെ സംഭവിച്ചു എന്ന് പോലും ഓർത്ത്, അത്രയും എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ലേബർ റൂം എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അവിടെ ഉണ്ടായത്. അപ്പം അന്ന് മാർച്ച് 1 ആയില്ല, അപ്പം ഫെബ്രുവരി എത്രയാണ് അന്നത്തെ ലാസ്റ്റ് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. അപ്പം ഫെബ്രുവരി ലാസ്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ മാർച്ച് 1 ആണ്. അപ്പം നൈറ്റ് ഫുള്ളിങ്ങനെ പെയിൻ. അപ്പം ഞാൻ പറയുന്നുണ്ട് ലൈക്ക് ആദ്യമൊക്കെ ഞാനോർത്ത് ഇതായിരിക്കും ലേബർ പെയിൻ, ഇങ്ങനെ ആയിരിക്കും, സഹിക്കാവുന്നതിൻ്റെ അപ്പുറം സഹിച്ചു. അപ്പോൾ എന്നെ ആദ്യം അമ്മ ചെയ്തു, പിന്നെ ഫുൾ ഷേവ് ചെയ്ത് ക്ലീൻ ചെയ്തു, അതൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മൾ ഗൗണിട്ട് ഇങ്ങനെ ഇരുത്തിയേക്കോ. പക്ഷെ ആ സമയത്ത് എന്തോ പെട്ടെന്ന് ലേബർ റൂമിലേക്ക് ഭയങ്കര തിരക്ക്, എക്സ്ട്രാ ബെഡൊക്കെ ഒരുപാട് വരുന്നു. ഒരു 10 ബെഡ് വന്നു ലേബർ റൂമിലേക്ക്, ഒത്തിരി ആൾ വന്നിരിക്കുന്നു. പക്ഷെ എൻ്റെ ഡേറ്റ് അന്നല്ല എനിക്ക് തന്നേക്കുന്നത്, പക്ഷെ എനിക്കും വരേണ്ടി വന്നു. അപ്പം അത്രയും ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കും, എനിക്കറിയില്ല എന്താണെന്ന് സംഭവിച്ചതെന്ന്. സോറി. അപ്പം ലേബർ റൂമിലേക്ക് പ്രതീക്ഷിക്കാത്ത പോലെ ഒരുപാട് ആൾ. അപ്പം നമ്മളെ കെയർ ചെയ്യാൻ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കെയർ ചെയ്യാൻ പറ്റാത്ത പോലെ ആൾ വന്നു ലേബർ റൂമിലേക്ക്. ബെഡുകൾ വരുന്നു. അപ്പോഴേക്കും പെയിൻ സിവിയറായി, ഞാൻ കാറുന്ന സ്റ്റേജിലേക്കായി. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ വിളിക്കും. ഡോക്ടർ നൈറ്റില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ ഇവർ വിളിച്ച് പറയുന്നപ്പോൾ എനിക്ക് കേൾക്കാം, ഡോക്ടർ ഇതുപോലെ അർച്ചനയ്ക്ക് നല്ല പെയിൻ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നോർമൽ ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓർക്കും നോർമൽ നല്ലതാണല്ലോ എന്നിരിക്കും. അപ്പോൾ അവരിങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട് എത്ര ഡൈലേറ്റഡ് ആയി. അപ്പോൾ ഒരു പാതിരാത്രി ആയെന്ന് തോന്നുന്നു അന്ന്. ടൈമൊന്നും നമുക്ക് അന്നത്തെ അവസ്ഥയിൽ എനിക്ക് ഓർക്കുന്നില്ല. രാത്രി ആയപ്പോഴേക്കും ഒരു 2 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ടും എനിക്കിവർ
അപ്പം ഞാൻ ഓർത്ത് എന്ത് നോർമൽ പ്രസവത്തിനൊന്നും ഇല്ല, എനിക്ക് ട്രിപ്പ് ഇടുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ കുറേ ടേംസ് അത് ഞാൻ പറയാൻ പോയി ഈ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിക്കുന്നത്. ഇൻഡ്യൂസ് ചെയ്യുന്നോ, ടാബ്ലറ്റ് കൊടുത്ത് പെയിൻ വരുത്തുന്നെന്നോ, പിന്നെ ഇപ്പം ഇഞ്ചെക്റ്റ് ചെയ്ത് പെയിൻ വരുത്തുന്നോ, വാട്ടർ ബ്രേക്കേജ് വന്നാൽ എന്ത് പറ്റുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ബ്ലൈൻഡ്ലി വീഡിയോസും ഒന്നും കാണാതെയാണ് ഡെലിവറിക്ക് പോയത്. അതാണ് എൻ്റെ ഫസ്റ്റ് മിസ്റ്റേക്ക്. അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നവർക്കൊക്കെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, എന്നെ മാത്രം ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞാനവർക്ക് എന്താ എന്നെ ഒന്നും ചെയ്യാത്ത, ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ബോധമില്ലാത്ത അവസ്ഥയിൽ എന്തോ ഞാൻ ഭയങ്കര ടോച്ച് വയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ പേരൻസിനെ കാണണമെന്ന് പറയുന്നുണ്ട്, ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നുണ്ട്. എന്നിട്ടും അമ്മേനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് അതിന് ടൈമില്ലായിരുന്നു അവിടെ ആ ലേബർ റൂമിൽ. അത്രയ്ക്കാൾ ഞാനീ പറയുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ കുറിച്ചല്ല, നമ്മുടെ തൊട്ടടുത്ത് ഉള്ള ഒരു ഫേമസ് ഒരു ഡെലിവറിക്ക് വേണ്ടി മാത്രം ഫേമസ് ആയ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഞാൻ അവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഇത് ഡോക്ടറുടെ മിസ്റ്റേക്ക് അല്ല. അന്ന് ചിലപ്പം ഈ പറയുന്ന പോലെ സിസ്റ്റേഴ്സിൻ്റെയും പ്രശ്നമായിരിക്കില്ല, അന്ന് പറയാത്തതിലും കൂടുതൽ ആൾ വന്നതാണ്. പക്ഷേ എല്ലാവർക്കും അത് ഇപ്പോൾ എല്ലാവരും പേ ചെയ്യുന്നുണ്ട്, എല്ലാവരും നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്ത് വന്നതാണ്. പക്ഷെ എല്ലാവരെയും അവരൊരുപോലെ കാണണമായിരുന്നു എന്നെനിക്ക് തോന്നി. ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞപ്പോഴും വിളിക്കാമെന്ന് പറഞ്ഞല്ലാതെ ഞാൻ എൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ്, ഒരു രാവിലെ 10 മണിക്കാണ് ഡോക്ടർ വരുന്നത്, 9:30 എന്തോ ആയപ്പോൾ ഡോക്ടർ എന്ന് തോന്നുന്നു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി പോകണം, എൻ്റെ പേരൻസിനെ വിളിക്ക് എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും എനിക്ക് എൻ്റെ പേരൻസിന് അവിടെ വന്നിട്ടില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം വേറെ ചേച്ചിമാരൊക്കെ വന്ന് ഫുഡ് കഴിയുമ്പോൾ കഴിക്കുമ്പോൾ പുഷ് ചെയ്യാനുള്ള ഇത് കിട്ടും. ഞാൻ ലിറ്ററലി ബെഡിൽ കയറി മുട്ടുകുത്തി ഇരിക്കുമായിരുന്നു. എനിക്ക് എൻ്റെ കയ്യിലോ ട്രിപ്പോ ഒന്നുമില്ല, എനിക്ക് ഫ്രീ ആയിട്ട് നടക്കാം. ഞാൻ എൻ്റെ നമ്മൾ എത്ര അബോധാവസ്ഥയിലാണെന്ന് ഇപ്പോൾ ഓർക്കണം. ഞാനെൻ്റെ എനിക്ക് വെച്ച പാഡ് വരെ ഞാനെടുത്ത് വലിച്ചെറിഞ്ഞു. അത്രയ്ക്കും എനിക്ക് പെയിൻ സഹിക്കാൻ വയ്യാതെ ഞാൻ മുടിയൊക്കെ പിടിച്ച് പറിച്ച് ആ ഒരു സ്റ്റേജിൽ പോലും എൻ്റെ അടുത്ത് ആരും ഒരു ഹെൽപ്പിന് വന്നില്ല ഈ പറയുന്ന ഹോസ്പിറ്റലിൽ. ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അത്. അപ്പം വേറെ 1-2 സിസ്റ്റർമാരുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് ഇപ്പം ഞാൻ പറഞ്ഞു ഇത്രയും പെയിനിൽ ഞാൻ എങ്ങനെ ഫുഡ് കഴിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് ആ പെയിൻ ഒന്ന് റെഡ്യൂസ് ആയി. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പെയിൻ കുറഞ്ഞു. അപ്പോഴേക്കും ഞാനൊന്ന് മയങ്ങും, പിന്നെ എണീക്കും, പെയിൻ വരുമ്പോൾ പിന്നെ മയങ്ങും, പിന്നെ എണീക്കും. അപ്പോൾ ഡോക്ടർ വന്നപ്പോൾ ഞാൻ ഡോക്ടർ കരഞ്ഞിട്ട് പറഞ്ഞു, ഡോക്ടർ എനിക്കിനി സഹിക്കാൻ വയ്യ, എന്നെ C-സെക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൽ കൂടുതൽ പെയിൻ. അപ്പം ഡോക്ടർ പറഞ്ഞു അപ്പം സിസ്റ്റർമാരും പറയുന്നു ഭയങ്കര കരച്ചിലാണ്, അപ്പം നോർമലാവും എന്നാണ് ഇവരെപ്പോഴും പറയുന്നത്. അപ്പം ഡോക്ടറോട് ഞാൻ ഡോക്ടർ ഇതിൽ കൂടുതൽ പെയിൻ എനിക്ക് വയ്യ, എനിക്ക് C-സെക്ഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഓക്കെ എനിക്ക് ശരി എന്ന് പറഞ്ഞ് ഡോക്ടർ എൻ്റെ വാട്ടർ ബ്രേക്ക് ചെയ്തു. അപ്പോഴേക്കും എൻ്റെ 4 സെൻറ്റിമീറ്റർ ഡൈലേറ്റഡ് ആയി. എന്നിട്ട് അപ്പോഴും എനിക്കൊന്നും എൻ്റെ കയ്യിലോ ഒന്നും കുത്തിയിട്ടില്ല, ഒന്നും തന്നിട്ടില്ല, മെഡിസിൻ ഒന്നുമില്ല എനിക്ക്. ഞാൻ വെറുതെ വന്ന ഗൗണിൽ വന്ന പോലെ അവിടെ കിടക്കുക, അല്ലാതെ ഒന്നും എനിക്ക് ചെയ്തിട്ടില്ല. എന്നിട്ട് വാട്ടർ ബ്രേക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ആളെൻ്റെ അടുത്തേക്ക് കൂടുന്നു. എനിക്ക് പെട്ടെന്ന് നീഡിലിടുന്ന് പിന്നെ ട്യൂബ് ഇടാൻ പോവാന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എന്ത് പറ്റി പിന്നെ ട്യൂബ് ഇടുന്നത്? അപ്പം വാട്ടർ ബ്രേക്ക് ചെയ്യുമ്പം ഇതായി മഷി ഇട്ടിട്ടുണ്ട്, മെക്കോണിയം പാസ്സായിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് എമർജൻസി C-സെക്ഷൻ ചെയ്യണം. അപ്പോൾ എനിക്ക് അറിയുന്നില്ല, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളിങ്ങനെ മഷിയിടും, വയറ്റിൽ വെച്ച് ഇവർ ആദ്യമായിട്ടിരുന്ന അപ്പിയാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ദോഷങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും നമുക്ക് അറിയത്തില്ല. പെട്ടെന്ന് വരുന്ന എന്നെക്കൊണ്ട് സൈൻ ചെയ്യിക്കുന്ന ഹസ്ബൻഡിനെ എനിക്ക് കേൾക്കാം വരുന്നത്, വിളിക്കുന്ന സൈൻ ചെയ്യിക്കുന്ന. അപ്പോഴും പക്ഷെ എനിക്ക് എത്ര ഹാർംഫുൾ കുഞ്ഞിന് അത്ര പ്രശ്നം ഉണ്ടാവുന്നു ഒന്നും എനിക്ക് അപ്പോഴും ഞാൻ ആശ്വസിക്കുന്നു, എനിക്കിനി വേദന സഹിക്കണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് വരുന്നതിൻ്റെ ഉള്ളിൽ. അത്രയ്ക്കും നമ്മൾ വേദനയുടെ അങ്ങേറ്റം എത്തി. നമുക്കൊരു ഹെൽപ്പില്ല, നമുക്കൊന്ന് കരയാൻ പിടിച്ച് അങ്ങനെ പോലും ആരും ഇല്ലായിരുന്നു. അപ്പോഴേക്കും ഡോക്ടർ പെട്ടെന്ന് C-സെക്ഷന് പിന്നെ ഒന്നുമില്ല, പിന്നെ എല്ലാം പെടപെടേന്ന് ഭയങ്കര എല്ലാം കയ്യിൽ വന്നു, നീഡിലിട്ടു, യൂറിൻ പോകാൻ ഇതിട്ടു, എല്ലാം ഇട്ട് നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി.
ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. എന്നിട്ടും എനിക്ക് പെയിൻ കൊണ്ട് ഞാൻ പൊളയുവാണ്. അപ്പം അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ അമ്മയുടെ C-സെക്ഷൻ ആയിരുന്നു. അപ്പം അനസ്തേഷ്യ ചെയ്യുമ്പോൾ ഇങ്ങനെ മുട്ടിൽ പിടിപ്പിക്കും, എന്നിട്ട് ബാക്കിൽ നീഡിൽ കുത്തും എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു ഇനി എങ്ങനെയാണ്. പക്ഷെ എനിക്ക് അതൊന്നും ഒരു പേടിയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇത് ഇനി എങ്ങനെയെങ്കിലും ഒന്ന് വെളിയിലെടുത്താൽ മതി, എനിക്കിനി വേദന സഹിക്കണ്ട എന്നുള്ളൊരു സ്റ്റേജ് എത്തിയ. അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അതൊരു ലേഡി ഡോക്ടർ അല്ലാന്ന് തോന്നുന്നു, ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഒരു ചെറിയ നീഡിലാണ്, പേടിക്കാനൊന്നുമില്ല, ചരിഞ്ഞ് കിടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചരിഞ്ഞിങ്ങനെ കിടന്നു. ഒരു ചെറിയ ടേബിളായിരുന്നു അതൊക്കെ എൻ്റെ മൈൻഡിലുള്ളൂ ഇപ്പം. ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ ഒരു ടേബിളിൽ ഞാൻ ചരിഞ്ഞ് കിടന്നു. അപ്പോൾ എനിക്ക് വേദന എടുത്തില്ല, ഒന്ന് ഒരു പെറുക്കി ഇതേപോലെ പതിയൊരു കുത്ത്, അത് മാത്രമേ ഞാൻ ഫീൽ ചെയ്തുള്ളൂ. പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല. എന്നിട്ട് പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്നത് ഫുൾ എനിക്ക് കാണാമായിരുന്നു. പിന്നെ നമ്മുടെ മുകളിലെ ലൈറ്റിലെ റിഫ്ലക്ഷനിൽ അവർ ചെയ്യുന്നതെല്ലാം നമ്മൾ കട്ട് ചെയ്യുന്ന ആ സമയമൊക്കെ ആയപ്പോൾ ഞാൻ കണ്ണടച്ച് പിടിച്ചു. അപ്പം കുഞ്ഞിനെടുത്ത് അത് ബേബി ബോയ് ആണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 10:18 സമയം നോക്കി, സൈഡിലൊരു ക്ലോക്ക് ഉണ്ടായിരുന്നു, സമയം നോക്കി 10:18 എന്ന സമയം നോക്കി. അങ്ങനെ ബേബി ബോയ് എന്ന് പറയുന്നതും കേട്ടു. അങ്ങനെ കുഞ്ഞിനെ എടുത്ത് കൊണ്ടുപോയി. പിന്നെ എന്നോട് പറഞ്ഞു കണ്ണടച്ചോളാൻ പറഞ്ഞു. പിന്നെ ഞാനൊന്നും ഓർക്കുന്നില്ല. പിന്നെ എനിക്കൊരു ബോധം വരുന്നത് ഞാൻ അവരുടെ ഒബ്സർവേഷനിൽ വെച്ചേക്കുന്നിടത്താണ്. ICU അല്ല, അതിന് മുമ്പ് ചെറുതായിട്ട് നമ്മൾ ഡോക്ടേഴ്സ് ഇരിക്കുന്നിടത്ത് തന്നെ നമ്മൾ റൂമിൽ വെച്ചിരുന്നിടത്ത് അവിടെ ചെന്ന് ഞാൻ ഇങ്ങനെ ഒരു ഷിവർ ചെയ്യുക, എത്ര പേഴ്സൺ ഞാൻ ഇങ്ങനെ മരിച്ചു പോകണം, എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഇങ്ങനെ. അപ്പോൾ എൻ്റെ അടുത്ത പെൺകുട്ടിയും കിടന്ന കാര്യങ്ങളുണ്ട്, അതിനും ഭയങ്കര ഷിവറിങ്ങാണെന്ന് പറഞ്ഞ്. അങ്ങനെ അത് കഴിഞ്ഞ് ICUലേക്ക് കൊണ്ടുപോയപ്പോഴും ഹസ്ബൻഡ് വന്ന് കാണാൻ വരുന്ന ടൈം. അപ്പോഴൊന്നും ഞാൻ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, എനിക്ക് അറിയത്തില്ല, എനിക്കിനി ബോധം പോയതാണോ എന്തോ, എനിക്ക് അതൊന്നും ഓർമ്മയില്ല. എൻ്റെ ആ ലൈഫിൽ അന്നത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് വന്ന് കുഞ്ഞിനെ കണ്ടോയെന്ന് ഞാൻ ചോദിച്ചു. കുഞ്ഞിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം അന്ന് നൈറ്റ് എന്നെ ആരും കാണിച്ചില്ല. പോകുന്ന വഴിക്ക് ICUലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ലേബർ റൂമിൻ്റെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന വഴിക്ക് ഇതുപോലെ ഹസ്ബൻഡിനെയും അമ്മേനെയും എല്ലാവരെയും വിളിച്ച് കാണിച്ചു കൊടുത്തു തന്നെ. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു കുഞ്ഞിനെ കണ്ടോ എന്ന് അങ്ങനെ ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഇവിടെ കണ്ട് കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് റൂമിൽ വന്നപ്പോൾ എന്നൊരു ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു, ഇതാ ബേബി ഇതാണ്, ഞാൻ കണ്ടു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്താ എല്ലാവരുടെയും കുഞ്ഞിനെ അടുത്ത് കൊണ്ടുവന്ന് പാൽ കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് മാത്രമേ കൊണ്ടുവരുന്നില്ല. അപ്പോൾ ഞാനോർത്ത് ഇനി എന്ത് പറ്റി, എങ്ങനെ ഇനി പാലാവാൻ, എനിക്കറിയത്തില്ല പാലാവാനിട്ടാണോ എന്തോ. അപ്പം ഞാനിങ്ങനെ ആരും കാണാതെ ഞെക്കി നോക്കി, പാല് വരുന്നുണ്ടല്ലോ, പിന്നെ എന്താ എന്നെ കുഞ്ഞിനെ കൊണ്ടുവരാത്ത എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോഴേക്കാണ് ഹസ്ബൻഡ് പറഞ്ഞത് അവൻ NICUലാണ്, ഈ മെക്കോണിയം ആസ്പിറേഷൻ ആയിട്ടുണ്ട്, അപ്പോൾ അത് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, അപ്പം ഒരു 5 ദിവസമൊക്കെ NICUയിൽ വെക്കേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നിട്ട് ഹസ്ബൻഡ് നമ്മളുടെ അത്ര സിവിയർ ആണെന്ന് നമുക്ക് പറയുന്നില്ല, എനിക്കും അതിനെക്കുറിച്ച് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. അപ്പം എന്നെ റൂമിലേക്ക് നാളെ മാറ്റും, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും പിറ്റേ ദിവസം ഒരു ടൈമിലല്ലേ ഇവർക്ക് വരാൻ പറ്റുള്ളൂ. ആ ടൈമിൽ വരുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കും, ഞാൻ എന്താണ് എന്ന് ചോദിക്കും. അപ്പോഴും ഞാൻ എൻ്റെ ഈ ലേബർ റൂം എക്സ്പീരിയൻസ് ഞാൻ ആരോടും പറഞ്ഞില്ല, ഹസ്ബൻഡിനോടും ഒന്നും പറഞ്ഞില്ല. പിന്നെ ICUന്ന് മാറ്റുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു ഈ കുഞ്ഞിനെ കാണണം എന്ന് പറഞ്ഞപ്പോഴേക്കും NICU കൊണ്ടുപോയി എന്നെ കുഞ്ഞിനെ കാണിച്ചിട്ട് എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പം നല്ല ഉറക്കമാണ്. അന്നേരത്തെ കുഞ്ഞിൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞാൽ കുഞ്ഞിന് സെപ്പറേറ്റ് ഓക്സിജൻ കൊടുത്തേക്കുമായിരുന്നു. ഒരു ബോക്സിനകത്തായിരുന്നു അവൻ്റെ തല വെച്ചിരുന്നത്. അങ്ങനെയാണ് ഓക്സിജൻ കൊടുത്തിരുന്നത്. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫുൾ വയറും ഇതുമൊക്കെ ഘടിപ്പിച്ചിട്ടേക്കുമായിരുന്നു. നമ്മുടെ കയ്യിലിരിക്കേണ്ട ഒരു കുഞ്ഞായിരുന്നു അന്നേരം. കുഴപ്പമൊന്നുമില്ലാതെ ഇവർ നോർമൽ ടൈമിൽ ഇപ്പം എന്നറിയില്ല, ഇതിനെക്കുറിച്ച് നമുക്ക് അതിൻ്റെ മെഡിക്കൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം മഷി ഇട്ടിട്ട് ഒത്തിരി ടൈം ആയിരിക്കണം ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കുറേ പേരോട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് അവരുടെ ഇതുപോലെ മഷി ഇട്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും, അതായത് മെക്കോണിയം പാസ്സായെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറെ വിളിച്ച് സിസേറിയൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നോർമലി കുഞ്ഞിന് കയ്യിൽ തന്നെ കൊടുത്തു. അപ്പോൾ ഇത് എപ്പം പാസ് ചെയ്തതാണെന്ന് നമുക്ക് അറിയില്ല, അത്രയും ടൈം എടുത്ത്. അതുകൊണ്ടാണ് ആസ്പിറേറ്റ് ആയത്, ഉള്ളിൽ ചെന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ എല്ലാം കുഞ്ഞിൻ്റെ ഉള്ളിൽ നിന്ന് പോകണം. അപ്പം ട്യൂബ് ഇട്ടിട്ടുണ്ട്, വായിൽ ട്യൂബ് ഇട്ടിട്ട്. അപ്പോൾ നമുക്കതിൽ കാണാം വെള്ളം ഇങ്ങനെ ഓടുന്നത്. അപ്പം അല്ലാതെ പാലൊന്നും കൊടുത്തില്ല, ട്യൂബ് ഇട്ടേക്കുമായിരുന്നു.
അത് കഴിഞ്ഞ് ഞാൻ റൂമിലെത്തിയപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, ഒരു ചെറിയ പാത്രത്തിൽ പറഞ്ഞു പാലെടുത്തിട്ട് കൊടുത്തു നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ പാലെടുത്തിട്ട് കൊണ്ടുപോയി 2 വട്ടം. അപ്പോഴൊന്നും പാല് വരുന്നില്ലായിരുന്നു. അപ്പം പറഞ്ഞ് ഒരു 5 ml ഒക്കെ അതിൽ കുറവേ വരുന്നുള്ളൂ. അപ്പം സിസ്റ്റർ വരുവാണെങ്കിൽ പറയും ഞാനിങ്ങനെ. അപ്പോൾ സിസ്റ്റർ പറയും കുഴപ്പമില്ല, ഇപ്പം അത്ര വരുന്നുണ്ട്, പിന്നെ വരും, കുഞ്ഞ് സക്ക് ചെയ്യുമ്പോഴേ പാലാവുള്ളൂ എന്ന് പറയും. അങ്ങനെ പാല് കൊടുത്ത് വിട്ട് പാലവൻ എടുക്കാൻ തുടങ്ങി. പാല് കുടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അതൊരു പോസിറ്റീവ് സൈനാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അത് 2 വട്ടം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചു. എന്നിട്ട് വേറെ ഡയറക്റ്റിന് ഫീഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ അപ്പോഴാണ് ഞാൻ എടുക്കുന്നത്. കുഞ്ഞിനെ കൈ തന്നു. അപ്പോൾ 3rd day ആയി എന്ന് തോന്നുന്നു. പ്രസവിച്ചിട്ട് 3ാമത്തെ ദിവസമായി. എന്നിട്ട് കുഞ്ഞിനെ എടുത്ത് ഫീഡ് ചെയ്യാൻ തുടങ്ങി. അവൻ നന്നായിട്ട് ഫീഡ് ചെയ്തു. അത് കഴിഞ്ഞ് 2 മണിക്കൂർ ഗ്യാപ്പിട്ട് വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, ഒരു കാര്യം ചെയ്യാം, നാളെ റൂമിലേക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 4th day റൂമിലേക്ക് തന്നത്. കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ കുറച്ച് എന്തോ മറ്റേ മഞ്ഞപ്പം എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. ലൈറ്റിൻ്റെ അടി വെക്കാൻ അതൊക്കെ റൂമിൽ കൊണ്ടുവന്നവർ ചെയ്തു. പിന്നെ പ്രത്യേകിച്ച് വേറെ അപ്പം എനിക്ക് കൺസേൺ ആയിരുന്നു ഫ്യൂച്ചറിലേക്ക് ഇതിൻ്റെ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ ഞങ്ങൾ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ കുഞ്ഞിന് എല്ലാം നോർമലാണ്, വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പം അത് കഴിഞ്ഞ് ഇനി ഹിയറിംഗ് ടെസ്റ്റും പിന്നെ കുറച്ച് ഇഞ്ചെക്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ വന്നെടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് 5th day ആണ് നമ്മളങ്ങനെ. അപ്പോൾ എന്നെ 3rd day ഡിസ്ചാർജ് ആയി. പിന്നെ കുഞ്ഞിന് വേണ്ടിയാണ് 2 days എക്സ്ട്രാ നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ വേണമെങ്കിൽ പോയിട്ട് വരാം, പക്ഷെ നമ്മൾ കുഞ്ഞിനിട്ട് നമുക്ക് അങ്ങനെ പോകാൻ തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ 2 ദിവസം കൂടി സ്റ്റേ ചെയ്ത് ഞങ്ങൾ 5th day ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഒരുമിച്ച് പോകുന്നത്. എൻ്റെ ഡിസ്ചാർജായി, കുഞ്ഞിനെ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി. അപ്പം ഞാൻ എൻ്റെ കസിൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട നിനക്ക് ഒരു സിസ്റ്റർ നിൻ്റെ അടുത്ത് വന്നില്ലെങ്കിലോ അതിനൊക്കെ വേണ്ട കൺസേൺ കിട്ടിയില്ലെങ്കിലും നീ ചോദിച്ചാൽ അങ്ങോട്ട് ചോദിക്കണം, എന്തായാലും നീ ഇങ്ങനെ ചെയ്യാത്തേ, നീ അതിനെക്കുറിച്ച് അറിയണം, വീഡിയോസ് കാണണം. ചിലർ പറയും ഒന്നും കാണേണ്ട പേടിക്കും, അങ്ങനെയൊന്നുമല്ല. ഇതിനെക്കുറിച്ച് അറിയണം, കുറേ ടേംസും കാര്യങ്ങളും, മെഡിക്കൽ എന്താണ് ചെയ്യുന്നത്, ഇപ്പം എനിമ വയ്ക്കുന്ന അതൊക്കെ നമുക്ക് അറിയാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയത്തില്ലായിരുന്നു വയർ ക്ലീൻ ആക്കുന്നതൊന്നും. ഇതൊക്കെ അവിടെ ചെന്നിട്ടാണ് നമ്മൾ അത് ക്ലീൻ ആക്കുന്നതും ഒക്കെ നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരുന്നാൽ ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ചോദിക്കാം എന്താ നെക്സ്റ്റ്. പക്ഷെ എനിക്കത് അറിയാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് പെയിൻ, അപ്പം ഞാൻ ഫുള്ളൊരു ലേബർ പെയിന് സഹിച്ചു, പിന്നെ വന്ന് സിസേറിയൻ്റെ പെയിനും ഞാൻ സഹിച്ചു. അതാണ് എനിക്ക് സംഭവിച്ചത്. അപ്പം അറിയാവുന്നവരാണെങ്കിൽ നമുക്കിപ്പോൾ ചോദിക്കാം, എന്താ സിസ്റ്റർ അല്ലെ എന്താ ഡോക്ടറെ ഇങ്ങനെ ചെയ്യാത്തേ എന്ന് ചോദിക്കാമായിരുന്നു. എനിക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അത് കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത് നമുക്കിങ്ങനെ ആർട്ടിഫിഷ്യലി നമുക്ക് ഇപ്പോൾ ടാബ്ലറ്റ് കഴിച്ച് പെയിൻ ഉണ്ടാക്കി പ്രസവിക്കാമെന്നും ഇഞ്ചെക്റ്റ് ചെയ്ത് പെയിൻ ഉണ്ടായി, അതൊക്കെ എനിക്ക് പെയിൻ ഉണ്ട്. എൻ്റെ 4 centimeter ഡൈലേറ്റ് ആയി, എന്നിട്ട് പോലും എനിക്ക് നോർമലി പ്രസവിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണെന്ന് അവർ പറയുന്നു, എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിനെതിരെ കംപ്ലയിൻറ്റ് ചെയ്തു, ഡോക്ടേഴ്സിനെതിരെ കംപ്ലയിൻറ്റ് ചെയ്തു, സിസ്റ്റർമാർക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്തു. പക്ഷേ ലീഗലി ഞാൻ പോലീസ് കേസൊന്നും കൊടുത്തില്ല. ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ മാനേജ്മെൻറ്റിൻ്റെ അടുത്താണ് കംപ്ലയിൻറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ പറയും നമ്മുടെ കഷ്ടകാലം അത്രയേ ഉള്ളൂ. അവിടെ എത്രയോ നല്ല നല്ല കേസുകൾ സംഭവിക്കുന്നുണ്ട്. അന്ന് തന്നെ ബാക്കി എല്ലാവരും ഡെലിവറി നോർമലും ഒക്കെ സംഭവിച്ചവരുണ്ട്. എനിക്ക് മാത്രമായിരിക്കും അന്ന് അങ്ങനെ സംഭവിച്ചത്. പിന്നെ ഞാൻ അങ്ങനെ വിചാരിക്കും, അപ്പോൾ എൻ്റെ കഷ്ടകാലം കൊണ്ടായിരിക്കും ഇത്രയൊക്കെ അനുഭവിക്കണമായിരുന്നു കാണും എന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊന്നും ആയിരിക്കില്ല, എല്ലാവരും അത് പറഞ്ഞ് പേടിപ്പിക്കുന്നതൊന്നുമല്ല. പക്ഷേ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഡെലിവറി സമയത്ത് ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ ബേബി ഫുൾ ഹെൽത്തിയാണ്, ഒരു പ്രശ്നമില്ല. ആളുടെ പേര് കിയാൻ എന്നാണ്. ഇപ്പോൾ 2 വയസ്സായി. ഈ മാർച്ച് വന്നപ്പോഴേക്കും ആൾക്ക് 2 വയസ്സായി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഡെലിവറി സ്റ്റോറി ചെയ്തത് കേട്ടോ. അത് ചെയ്യാനൊരു കാര്യമുണ്ട്, അപ്പോഴാണ് അതാണ്. അപ്പോൾ ഞാൻ അടുത്ത പ്രഗ്നൻ്റ് ആയി. ഇപ്പോൾ എനിക്ക് 7 months സ്റ്റാർട്ടായി. അപ്പോൾ കിയാൻ 2 വയസ്സേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇതുപോലെ ചെക്ക് ചെയ്തപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്.
ഞാൻ 1 year 7 months ആയപ്പോഴാണ് ഞാനിതുപോലെ അറിയുന്നത് പ്രഗ്നൻ്റ് ആണെന്ന്. അന്ന് എനിക്ക് കരയണോ ചിരിക്കണോ എന്ത് വേണം എന്നുള്ളൊരവസ്ഥ എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ഇപ്പം ഒത്തിരി പേരെ വീഡിയോ ഉണ്ട് റീസെൻ്റ്ലി, അങ്ങനെയൊക്കെ ഒത്തിരി പേര് പ്രഗ്നൻ്റ് ആയതൊക്കെ വീഡിയോ കണ്ടു. അപ്പോഴും ഞാനും ഓർത്ത് ദൈവം എന്ത് ചെയ്യും, എൻ്റെ കുഞ്ഞിനെ നമ്മൾ ഇത്രയും ആഗ്രഹിച്ചുണ്ടായിട്ട് അവന് കെയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അവന് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷേ എല്ലാം നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട്, അപ്പോൾ പിന്നെ ആ ദൈവം പെട്ടെന്ന് തന്നപ്പോൾ നമ്മളങ്ങനെ അത് വേണ്ടാന്ന് വയ്ക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് പോയി. ഇപ്പം ഞാൻ 7 months പ്രഗ്നൻ്റ് ആണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇനി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന്. ഇത് ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ ഒരു ഫെർട്ടിലിറ്റി ആ ഒരു സ്റ്റോറി ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. അതും ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ഹോസ്പിറ്റലിനെ കുറിച്ചും നല്ലൊരു ഡോക്ടറെ കുറിച്ചുമാണത്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.